ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കുന്നു. അത് കാണാം. മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ഷൂട്ടിംഗ് പൂർത്തിയാകും മുമ്പേ 350 കോടി ക്ലബിൽ കയറിയെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത്. എല്ലാവരും ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. ഇത് ചരിത്രം. മലയാളത്തിന്റെ സകല റെക്കോർഡും തൂക്കി. ദൃശ്യം 3 ആദ്യ ദിനം 350 കോടി ഉറപ്പിച്ചു കഴിഞ്ഞു. ലോക സിനിമ ഫൈനൽ കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് മറികടന്നു. ഈ ഒരു സമയം നമുക്ക് മോഹൻലാൽ സാറിന് ഈ അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മലയാളി. കഴിഞ്ഞ ദിവസം പ്രമുഖ പ്രൊഡ്യൂസർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. തുടരും സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്ത് ദൃശ്യം 3യെക്കുറിച്ച് പറഞ്ഞതാണ് ചർച്ചയാവുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നതിനു മുൻപ് തന്നെ ഇത്രയും വലിയ ബിസിനസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതാദ്യമായിട്ടാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സിനിമയുടെ തിയേറ്റർ, OTT റീമേക്ക്, സാറ്റലൈറ്റ്, ഓവർസീസ്, ഓഡിയോ അവകാശങ്ങളിലൂടെയെല്ലാം 350 കോടി നേടാനായത് ഇതോടെ ലോക ചാപ്റ്റർ 1 ഫൈനൽ കളക്ഷൻ ലാലേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് തൂക്കും. എന്നാൽ ഇത്രയും കളക്ഷൻ എങ്ങനെ കിട്ടി? രഞ്ജിത്ത് പറയുന്നത് തള്ളാണെന്നും ചിലർ പറയുന്നുണ്ട്. ഇതിപ്പോൾ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിലും നിർമ്മാതാവിന് ലാഭം തന്നെ. എന്തായാലും ദൃശ്യം 3 സകല റെക്കോർഡും തകർക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ദിന കളക്ഷൻ തന്നെ 50 കോടിക്ക് മുകളിൽ വരുമെന്നാണ് ഫാൻസുകാർ പറയുന്നത്. കൂടാതെ ചുരുങ്ങിയത് 500 കോടിയെങ്കിലും ഫൈനൽ കളക്ഷൻ വരും. സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ദൃശ്യം 3. എന്നാൽ റിലീസ് മുന്നേ 350 കോടി എന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. രഞ്ജിത്ത് പറഞ്ഞത് തള്ളാണോ അതോ സത്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റുകളായി രേഖപ്പെടുത്തുക.